ഇപ്പോൾ കേരളത്തിൽ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇരയാണ് ഇവിടെ. നടിയെന്നല്ലേ പറഞ്ഞുള്ളൂ, വെടി എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ദ്വയാർത്ഥം പറഞ്ഞത് കൊണ്ടല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് ഈ കേസിൽ തെറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വെടിക്ക് എത്ര അർത്ഥമുണ്ട്? അവര് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നല്ലേ പറഞ്ഞ. ആ യുദ്ധം എന്താ ഇപ്പൊ ചീറ്റിപ്പോയത്? ഈ മിനിസ്റ്റർ മാറി വേറൊരു മിനിസ്റ്റർ വന്നാൽ ഇവിടെ പുരുഷ കമ്മീഷൻ വേണ്ടിവരും. സിനിമാ താരം ഹണി റോസിനെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന പരാതിയുടെ പുറത്ത് ഇന്ന് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയിൽ ആ വിഷയത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് സിനിമാ സംവിധായകനും സിനിമാ നിരൂപകനുമൊക്കെയായ ശാന്തിവിള ദിനേശൻ M5 ന്യൂസുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ വിഷയത്തിൽ സർക്കാരിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കാം. ഈ നിങ്ങൾ പറയുന്ന ഈ വിഷയം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ഗായത്രി വർഷ എന്ന നടി അവരെ ഈ കുട്ടിയെ ന്യായീകരിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ ചോദിച്ച ചോദ്യമുണ്ട്, ഗായത്രി ഈ വേഷമിട്ട് നടക്കുമോ? അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ കേരളത്തിൽ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ. പ്രത്യേകിച്ച് സിനിമയിലുള്ളവർക്കെങ്കിലും പുരുഷന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തൊരു നാടാണ്. അപ്പോൾ ഏത് നടി ചെന്ന് എന്ത് പരാതി കൊടുത്താലും, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതിയാൽ മതി, അപ്പം നടപടിയെടുക്കും ജാമ്യമില്ലാ വകുപ്പിട്ട്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അവിടെ സമരം നടത്തുകയാണ്. അതായത് സമരം പോലും നടത്താൻ സ്റ്റാലിൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. സ്റ്റാലിനെ വിമർശിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം നടത്തുന്ന സ്ഥലത്ത് കേരളത്തിൽ വന്നിട്ട് എന്താ ചെയ്യണം? കമ്മീഷൻ കഴിയുന്ന ആ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. വനിതാ കമ്മീഷൻ പോലെ തന്നെ ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ ഏറ്റവും അടുത്ത സമയത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മിനിസ്റ്റർ മാറി വേറൊരു മിനിസ്റ്റർ വന്നാൽ ഇവിടെ പുരുഷ കമ്മീഷൻ വേണ്ടിവരും. കാരണം ഏത് പുരുഷനെയും പിടിച്ചകത്തിലാണ്. കാരണം ഏത് പുരുഷനും ഇപ്പൊ എന്റെ പേരിൽ തന്നെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്ത് എങ്ങനെയാ ഒരു സ്ത്രീ കൊണ്ടൊരു പരാതി കൊടുത്തതല്ലേ, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ദിനേശ് ആയിരിക്കും ഉത്തരവാദി എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്തിട്ട് അതിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തില്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും. പ്രത്യേകിച്ച് ഞാൻ 17 വയസ്സിൽ പാർട്ടി അംഗത്വം കിട്ടിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നിട്ട് പോലും എനിക്ക് രക്ഷയില്ല എന്നുള്ള. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കാൻ ആളെ കിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ പുരുഷ കമ്മീഷൻ വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേ തുടർന്ന് മെൻസ് അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷനായ വട്ടിയൂർക്കാവ് അജിത്ത് ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ്. സംസ്ഥാനത്തെ പുരുഷന്മാരുടെ അവസ്ഥ, സർക്കാർ അതിനോട് കാണിക്കുന്ന വിരുദ്ധ നയങ്ങൾ, രീതികൾ, ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്ന രീതി, അതിനോടൊപ്പം തന്നെ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ഹണി റോസിന്റെ ഭാഗത്തെ ചില തെറ്റുകൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ബോബി ചെമ്മണ്ണൂർ എന്ന ജീവകാരുണ്യ പ്രവർത്തകന്റെ നന്മകളെ മറച്ചു വെച്ചുകൊണ്ടാകരുത് സ്ഥിരമായി ഇത്തരത്തിൽ ദ്വയാർത്ഥ തമാശകൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ കേവലം ഒരു തമാശയെ വലിയ ഒരു പ്രശ്നമായി ഊതിവിരിപ്പിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലേക്കുള്ള വാദമാണ് അദ്ദേഹം ഉയർത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗവും കേൾക്കാം. തീർച്ചയായിട്ടും പുരുഷ കമ്മീഷൻ ആവശ്യമാണല്ലോ. നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സമരങ്ങളിലെല്ലാം നമ്മൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പുരുഷ കമ്മീഷൻ ഇവിടെ ഉണ്ടാവണം. പുരുഷന്മാർക്ക് സംസാരിക്കുവാനൊരു പ്ലാറ്റ്ഫോം വേണം. സ്ത്രീകൾക്ക് പല മേഖലയുണ്ടല്ലോ. ഇപ്പൊ നിലവിൽ വനിതാ കമ്മീഷൻ ഉണ്ട്, വനിതാ സെല്ലുണ്ട്. ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും ഒരു കംപ്ലൈന്റ് കൊടുത്താൽ അവർക്ക് നീതി കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അതും വ്യാജ പീഡന പരാതികൾക്ക് പോലും അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം അറിയാമല്ലോ, അതും വ്യാജമാണ്. ഇതിലെന്താണ്, അവരെ ഒരുമിച്ച് ഡാൻസ് കളിച്ചു, നൃത്തം ചെയ്തു, സന്തോഷമായിട്ട് പിരിഞ്ഞിട്ടല്ലേ ഇപ്പോ അദ്ദേഹത്തിന് പണി കൊടുത്തേ. അപ്പൊ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതിനെതിരെ നമ്മൾ എന്തായാലും ശക്തമായിട്ട് പോവും. പുരുഷ കമ്മീഷൻ ആവശ്യം തന്നെയാണ്. ഈ ദ്വയാർത്ഥം പറഞ്ഞത് കൊണ്ടല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തു ഈ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ദ്വയാർത്ഥം അല്ല. അവിടെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ കൈക്ക് പിടിച്ചു, കറക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ആരോപിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ദ്വയാർത്ഥം പറഞ്ഞതുകൊണ്ടല്ലോ. ദ്വയാർത്ഥം പറയുന്നു എന്നുള്ള കാരണം കൊണ്ട് റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു കേസെടുത്ത് റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കേസെടുത്താൽ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ളതേ ഉള്ളൂ. കമന്റ് ഇട്ടവര് കുറച്ച് പേര് ഒരാളിനെ എന്തൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്താലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം. മനസ്സിലായി? റിമാൻഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. റിമാൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. കാര്യം അതിന് അദ്ദേഹം കൈനീട്ടി ഇവരാണ് ഹണി റോസാണ് കൈ പിടിച്ചു ഒന്നോ രണ്ടോ റൗണ്ട് കറക്കി. ഇപ്പൊ അതാണ് ഇപ്പോ വേറൊരു രീതിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ അവരുടെ ഒരു സിനിമ റിലീസിന്റെ ഏതാനും അടുപ്പിച്ചുള്ള ദിവസമല്ലേ വന്നിരിക്കുന്നത്. 10-ാം തീയതി അവരുടെ സിനിമ റിലീസിന് വെച്ചിരുന്നതാണ്. പിന്നെ വിവാദം നേരെ തിരിഞ്ഞ് ജനപിന്തുണ ഇല്ലാതായി എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ റിലീസിംഗ് ഇപ്പൊ നിലവിൽ മാറ്റിവെച്ചേക്കാണ്. അപ്പൊ ഇതൊക്കെ ഒരു അജണ്ടയാണ്. അത് മാത്രമല്ല, ഈ ഒരു നിസ്സാര ഒരു കേസിന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുന്നു, DGPയുമായിട്ട് സംസാരിക്കുന്നു, മറ്റ് മേഖലകളിലുള്ള ഒരു എന്തൊക്കെയോ വലിയൊരു എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുകയാണ്. എന്താ, ബോബി ചെമ്മണ്ണൂർ ഒരു ബലാത്സംഗ വീരനാണോ അല്ലെങ്കിൽ കൊലപാതകിയാണോ? അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ച് ഉടനെ ഇവിടുന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എടുക്കുവാനുള്ള സാഹചര്യം പോലും കൊടുക്കാത്ത രീതിയിലല്ലേ അദ്ദേഹത്തിന് അവിടെ പിടിച്ചുകൊണ്ടുവന്ന്
കേസ് ചാർജ് ചെയ്ത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു അജണ്ട നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കാര്യം ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എത്രയോ ബലാത്സംഗ നടന്മാരില്ലായിരുന്നു. ബലാത്സംഗം ചെയ്തു എന്ന് തെളിവ് വരെ ഉണ്ടായിരുന്നിട്ട് കൂടിയും അവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? അവർക്ക് ജാമ്യം എടുക്കുവാനുള്ള സമയം കൊടുത്തു. പക്ഷെ ഇവിടെ ജാമ്യത്തിനുള്ള സമയം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് നിന്ന് തിരിയാനുള്ള സമയം കൊടുക്കാതെയാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച് അദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തത്. അപ്പൊ അതിന് നമുക്ക് യോജിക്കാൻ പറ്റില്ലല്ലോ. ബോബി ചെമ്മണ്ണന്റെ ഭാഗത്ത് ഈ കേസിൽ തെറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡബിൾ മീനിങ് പറയുന്ന വ്യക്തിയാണ് എന്ന് ബോധ്യം വന്നിട്ടാണ് ഇവര് ഒരു ഉദ്ഘാടനത്തിൽ പോയത്. അതങ്ങനെ തെറ്റുവരും. അദ്ദേഹം ഒരു നർമ്മ കലർന്ന രീതിയിൽ ഡബിൾ മീനിങ് പറയുന്നത്, ഈ ഡബിൾ മീനിങ് അത് മോശം അവസ്ഥയിലോട്ട് എടുക്കുന്ന നമ്മളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നടിയെന്നല്ലേ പറഞ്ഞുള്ളൂ, വെടി എന്ന് പറഞ്ഞില്ലല്ലോ. ഈ വെടിക്ക് എത്ര അർത്ഥമുണ്ട്? നുണ പറയുന്നവർ വെടിയെന്നല്ലേ പറയുന്നത്. അപ്പം എന്താണ് വെടിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്തിനാണ് നമ്മൾ പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം പണ്ട് മുതലേ ഈ ഡബിൾ മീനിങ് പറയുന്ന ഒരാളാണെന്ന് നമുക്ക് വ്യക്തമാണല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ളവരെ കൊണ്ട് അവിടെ നിർത്തി കൊടുക്കണമെങ്കിൽ അങ്ങനെ നിർത്തുകയാണെങ്കിൽ അതിന് നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥയാണ്. അല്ലെങ്കിൽ അത് കോമഡി ആയിട്ട് നമ്മൾ എടുക്കണം. അവര് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നല്ലേ പറഞ്ഞ. ആ യുദ്ധം എന്താ ഇപ്പൊ ചീറ്റിപ്പോയത്? ഇപ്പൊ എന്തുകൊണ്ടാണ് കൈരളി ചാനലിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനും തൊട്ട് മുന്നേ കൈരളി ചാനലിൽ എന്നെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ചർച്ചയിൽ വെച്ചിട്ട് ഞാനാണ് ഇവർ ആദ്യമായിട്ട് ശക്തമായിട്ട് ഞാനത് നേരിട്ടത്. ശക്തമായിട്ട് അവരുടെ പേര് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ഞാനതിൽ ചർച്ചയിൽ പറഞ്ഞപ്പോ ഈ അന്നാണ് ഞാൻ പൂമാലയിടുന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ അദ്ദേഹം പറഞ്ഞ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, വണ്ടിയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. പിന്നെ ആ ശക്തമായിട്ടുള്ള സംസാരത്തിൽ അവിടെ ജനപിന്തുണ ഉണ്ടായി. ലക്ഷങ്ങൾ അത് കാണുകയും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്തതിന് ശേഷമാണ് പലരും ഈ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് നല്ലത് പറയുകയും ഹണി റോസിനെതിരെ മോശമായിട്ട് പറയാൻ തുടങ്ങിയത്. കാര്യം അന്നത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വരെ മോശം കമന്റ് ഇട്ടവരെല്ലാം പുരുഷന്മാരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറി മറിഞ്ഞു. പുരുഷന്മാരെല്ലാം നല്ല രീതിയിലാണ് ഇപ്പൊ കമന്റ് ഇടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് മാറി പറയാൻ വലിയ സമയമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കൃത്യമായിട്ട് അവർക്ക് നെഗറ്റീവായി. യുദ്ധം പ്രഖ്യാപിച്ച ആളുടെ യുദ്ധം ഇപ്പൊ ചീറ്റിപ്പോയല്ലോ. അതെന്തുകൊണ്ടാണ്? പൊതുജനങ്ങൾ ഇപ്പൊ ആരുടെ പക്ഷത്താണ് എന്ന് നമ്മൾ നോക്കിയാൽ മതി. കാര്യം ഇവിടെ സമൂഹത്തിനോട് നല്ലത് ചെയ്യുന്ന ഒരാളല്ല ഹണി റോസ്. തെറ്റായ മെസ്സേജാണ് കുട്ടികൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും മോശം അവസ്ഥയിലോട്ട് വിടുന്ന രീതിയിലാണ് ഹണി റോസിന്റെ പ്രവർത്തനം. അദ്ദേഹം പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, വെടി എന്ന് പറയുന്നത് നമ്മൾ വെടിയെന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്ന വെടിയെന്ന് പറയും, നമ്മൾ നുണ പറയുന്നവരെ വെടിയെന്ന് പറയും. അങ്ങനെ ഒരർത്ഥത്തിൽ പല ഇതുണ്ട്. ഇത് സ്ത്രീകളോട് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, പുരുഷന്മാരോടും പറയാറുണ്ട്. അദ്ദേഹം ആ ഒരു കോമഡിയിലാണ് അത് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് ജോലി, 10,000-കണക്കിന് ജോലിക്കാർക്ക് അവരുടെ കുടുംബം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തെ പോലൊരു വ്യക്തി എന്നാൽ അത് നമ്മുടെ എന്താ പറയാ, ഈ വയനാട് ജില്ലയിൽ തന്നെ ഇപ്പൊ ഉരുൾപൊട്ടൽ നടന്നപ്പോൾ സർക്കാർ പോലും കോടിക്കണക്കിന് രൂപ തിരിച്ചെടുത്തിട്ട് അവർക്ക് സഹായം കൊടുക്കാതിരിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ 100 പേർക്ക് വസ്തുവും വീടും വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ബഷീറിന്റെ ബ്ലഡ് മണിക്ക് വേണ്ടിയിട്ട് 34 കോടി പിരിച്ചെടുത്തു. 34 അത് കൂടുതൽ വന്നു. അപ്പൊ അവിടെ എത്ര കുറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹം കയ്യിൽ നിന്ന് ഇടും. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു 10 കോടി രൂപയോളം എന്റെ കയ്യിൽ നിന്ന് പോകും എന്ന് ഞാൻ കണക്ക് കൂട്ടിയിരുന്നു എന്ന്. അപ്പൊ സമൂഹത്തിന് ഒരു എന്താ പറയാ, നമ്മുടെ തലമുറയ്ക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് നിസ്സാര കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ജയിലിലിട്ടത് ശരിയോ തെറ്റോ, അല്ലെങ്കിൽ ഒരു കൊലപാതകയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബലാത്സംഗ വീരനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ലേ കൊണ്ടുവന്ന് ജയിലിനകത്തിട്ടത്? ഒരു വ്യവസായിയല്ലേ ഇത്? വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശാന്തിവിള ദിനേശ് സാർ എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു ഇരയാണ്. അദ്ദേഹവും ഇരയാണ്. അദ്ദേഹം ഈ സർക്കാരിന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് തന്നെ അദ്ദേഹത്തെ ഇവിടെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറ്റി അദ്ദേഹത്തെ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോലീസുകാർ എന്തെല്ലാം അട്ടഹാസം കാണിച്ചെന്നറിയോ? ഒരു ശാന്തിവിള ദിനേശ് സാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു പെറ്റി കേസ് ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം പോക്സോ കേസ് എന്തോ പ്രതിയായിട്ട് അദ്ദേഹം കോടതി കയറി ഇറങ്ങുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, മാന്യമായിട്ട് ജീവിക്കുന്നവർക്കെതിരെയാണ് ഈ കേസ് വരുന്നത്. മനസ്സിലായില്ലേ? മാന്യമായിട്ട് ജീവിക്കുന്നവരില്ല. എത്രയോ പേര് ഇവിടെ ബലാത്സംഗ കേസിലും ഈ പീഡന കേസിലും കൊലപാതകികളും പുറത്തിറങ്ങി നടക്കുകയല്ലേ? ഇവരൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോഴാണ് ഇതുപോലുള്ള സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ പിടിച്ച് കേസിൽ പ്രതിയാക്കി അവർ കോടതി കയറി ഇറങ്ങേണ്ട അവസ്ഥ, ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ശാന്തിവിള ദിനേശ് സാർ ഇരയാണ്, ബോബി ചെമ്മണ്ണൂർ ഇരയാണ് ഇവിടെ. അപ്പൊ ഈ ഇരയായിട്ടുള്ളവരെ, കാര്യം ഇതിനേക്കാളും വലിയ കുറ്റം ചെയ്യുന്നവരോട് നടക്കുകയല്ലേ പുറത്ത്. അപ്പൊ പിന്നെ ഇവരെയൊക്കെ പിടിച്ച് ജയിലിടുന്ന എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം ജയിലിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നന്മകൾ നഷ്ടപ്പെട്ടില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പുറത്തു നിന്ന് ചെയ്യുമായിരുന്നു. ഈ 4 ദിവസം കൊണ്ട് അദ്ദേഹം ഒരുപാട് അനുഭവിച്ചില്ലേ? അപ്പൊ അതൊന്നും പാടില്ല. നമ്മള് നിസ്സാര കാര്യങ്ങൾക്ക്, കാര്യം കുറ്റം ചെയ്യാത്തവരാരുമില്ല. അപ്പൊ ഇതൊരു ഡബിൾ മീനിങ് പറയുന്ന ഒരു കുറ്റമാണെങ്കിൽ അത് അങ്ങനെ ഒരു വാണിംഗ് കൊടുത്ത് നിർത്തണമായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം മാപ്പ് ചോദിച്ചു. നമ്മളെ റിപ്പോർട്ടർ ചാനലിൽ കൂടി മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിച്ചപ്പോഴെങ്കിലും ഹണി റോസിന് പിന്മാറാമായിരുന്നു. മനസ്സിലായില്ലേ?
അത് എന്നിട്ടും പിന്മാറിയില്ല. അതിന് ശേഷമാണ് ഈ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് പോയി കംപ്ലൈന്റ് കൊടുത്തത്. മനസ്സിലാക്കണം, 5 മാസത്തിന് ശേഷം 4 മാസത്തിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ അന്ന് പ്രതികരിക്കാമായിരുന്നല്ലോ, അന്ന് പ്രതികരിച്ചില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളെന്തായാലും ഇന്ന് അദ്ദേഹം ഒരു 4 മണിയോട് കൂടിയിട്ട് ഇവിടെ റിലീസാവും. ഞങ്ങള് പൂമാലയിട്ട് പടക്കം പൊട്ടിച്ച് നല്ലൊരു വരവേൽപ്പ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എറണാകുളത്തുണ്ട്.